ഫോർ എക്സാമ്പിൾ മീശമാധവൻ എന്ന് പറഞ്ഞ സിനിമ 2002 ഇറങ്ങുന്നത്. മീശമാധവൻ്റെ ജോലി എന്താ? മീശമാധവൻ ചക്ക മോഷ്ടിക്കും, കിണ്ടി മോഷ്ടിച്ച് അപ്പുറത്തെ വീട്ടിൽ കൊടുക്കും, ഇവിടുത്തെ വലിയ വട്ടക എടുത്ത് അവിടെ കൊണ്ടുപോയി കൊടുക്കും, ഇവിടുത്തെ ചെമ്പൂരിൽ എടുത്ത് അവിടെ കൊണ്ടുപോയി കൊടുക്കും. ഈ കൊടുക്കൽ വാങ്ങൽ പരിപാടിയാണ് പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ പുള്ളീനെ നാട്ടുകാർക്കും ഭയങ്കര ഇഷ്ടമാണ്. അന്ന് വാർക്കപ്പണിക്ക് പോയ 500 രൂപ കിട്ടും. 2002 നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയോ, കൂലിപ്പണിക്ക് പോയാൽ 400 രൂപ കിട്ടും. ആ 400 രൂപ കിട്ടുന്നതിന് പകരം അദ്ദേഹം ഒരു കൂലിപ്പണിക്കും പോവാതെ ഈ അപ്പുറത്തെ ഇപ്പുറത്തെ വീട്ടിൽ സാധനം. പക്ഷെ നമുക്ക് അയാൾ ഇഷ്ടമാണ്. അതാണ് സിനിമയുടെ മാജിക്. ഇപ്പൊ കളിക്കളം എന്ന് പറയുന്ന സിനിമയിൽ മമ്മൂക്ക കൊള്ളയടിക്കാൻ നടക്കുന്ന ആളാണ്. ആ കൊള്ളക്കാരനെ നമുക്ക് ഇഷ്ടമാണ്, നമ്മുടെ നായകനാ അല്ലേ? പേഴ്സ് പോക്കറ്റ് അടിക്കുന്നവൻ ഹീറോ ആണെങ്കിൽ അവനെ നമുക്ക് ഇഷ്ടമാണ്. ജീവിതത്തിൽ ഇഷ്ടമല്ല. ജീവിതത്തിൽ നമ്മുടെ ഒരു ചെറിയ കാര്യത്തിൽ പോലും നമ്മൾ അത് കോംപ്രമൈസ് ചെയ്യാനോ വിട്ടുവീഴ്ച ചെയ്യാനോ അങ്ങനെ ഒരുത്തം വരുമ്പോൾ അവൻ കള്ളൻ എന്ന് പറഞ്ഞ് മാറ്റി എടുത്തു. പക്ഷെ സിനിമയിൽ നമുക്ക് ഇങ്ങനെ കാണാൻ ഇഷ്ടം, പെട്ടെന്ന് ഒരുത്തിന് കാശ് കിട്ടുന്ന കാണാൻ ഇഷ്ടമാണ്. ഇല്ലേ? ലക്കി ഭാസ്കർ കാണുമ്പോൾ നമ്മൾ എക്സാക്ട്ലി ലക്കി ഭാസ്കർ ഞാൻ ഇന്നലെയാ കണ്ടത്. ലക്കി ഭാസ്കർ അതാ പറഞ്ഞ. അപ്പൊ നമുക്ക് എവിടേക്കോ നമുക്ക് ആവാൻ പറ്റാത്തത് മറ്റേ ഈ നമ്മൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഹീറോ ആയിന്ന് കാണുമ്പോൾ വലിയ സന്തോഷമാണ്. അപ്പൊ ഞാൻ സിനിമയിലൂടെ കാണിക്കാൻ ശ്രമിച്ചതും ആ സിനിമകളിലൂടെ. പക്ഷെ പിന്നീട് ഈ സിനിമയുടെ ഒരു ഫോർമാറ്റ് മാറുകയും സിനിമ പണ്ട് ഒരു സിനിമ കണ്ടിട്ട് വന്നാൽ ആഴ്ചയിൽ ഒരിക്കലും ഒരു കലിങ്ങിന്റെ മുകളിലിരുന്ന് ഉണ്ടാവുന്ന ചർച്ച അല്ലേ? കൂട്ടുകാരെ കൂടെ കലിങ്ങിന്റെ മുകളിൽ ഇരുന്നിട്ട് ആ കിരീടം കണ്ടറാ, നീ കണ്ടോ? കണ്ടു. എന്താ? ഭയങ്കര അതെ, ആ തിലകന്റെ അഭിനയം ഭയങ്കര അടിപൊളിയാണ്. ഇങ്ങനെ പറഞ്ഞിരുന്നത് നമ്മൾ രാവിലെ 4 മണി. ഇപ്പൊ പുഷ്പ 4 മണിക്ക് ഷോ, 7 മണിയാകുമ്പോൾ റിവ്യൂ, 7:30 റിവ്യൂ വരും. ഈ അവസ്ഥയിലാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ പ്രഡിക്റ്റബിൾ ആകരുത് എന്നൊരു ആഗ്രഹമുണ്ട്. പ്രഡിക്റ്റബിൾ ആകരുത്. നിങ്ങളെന്ന ഡയറക്ടറെ ഒരാൾ പ്രഡിക്റ്റ് ചെയ്യാൻ പാടില്ല. അപ്പൊ ജിസ് ജോയിയുടെ പടത്തിൽ ഇതാ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്ന് ഇങ്ങനെ ഒരു നന്മയിൽ അവസാനിക്കും. അത് പ്രഡിക്റ്റ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് മാറിയത്. ഇന്നലെ വരെ മുതൽ ആ മാറ്റം നമുക്ക് കാണാം. പിന്നെ ഇന്നലെ വരെ മുതൽ തലവൻ വരുമ്പോൾ കംപ്ലീറ്റ് മാറി. കാരണം അത് ഞാൻ മനസ്സിലാക്കി. നമ്മൾ നാട് ഓടുമ്പോൾ നടുവേ ഓടിയില്ല. നമ്മൾ ഞാൻ ഇങ്ങനെ ആവുള്ളൂ എന്ന് വെച്ചാൽ നമ്മൾ അവിടെ തന്നെ നിന്ന് പോകുന്ന എനിക്ക് തോന്നുന്നു. നമ്മൾ ഇനി വീണ്ടും ചിലപ്പോൾ തിരിച്ചും ബ്രേക്ക് ചെയ്യാം വരാം. പക്ഷെ അപ്പോഴും ഞാൻ പറയുന്നു, പ്രഡിക്റ്റബിൾ ആവരുത്. നമ്മുടെ സിനിമയുടെ അടുത്ത സീൻ ആൾക്കാർക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റരുത്. സൺഡേ ഹോളിഡേ വിജയ് സൂപ്പറും വെച്ച് ട്രോൾ ചെയ്യുമ്പോൾ ഞാൻ ഉള്ളുകൊണ്ട് ഭയങ്കരമായിട്ട് ആഘോഷിക്കാറുണ്ട്. കാരണം എന്താ അറിയോ, 100 ദിവസം ഓടിയ സിനിമ വെച്ചിട്ട് അവരെന്നെ ട്രോൾ ചെയ്യുന്നത്, പൊട്ടി പണം വെച്ചിട്ടല്ല. ആ ട്രോൾ ഇനി വന്നാലും ഞാൻ ഉള്ളുകൊണ്ട് സന്തോഷിക്കും. പോസിറ്റീവ് ട്രോളാണ്. എന്ത് പറഞ്ഞാലും ആസ്വദിക്കത്തേ ഉള്ളത്. അതല്ല, അത് പക്ഷെ പറയുന്നവരും പോസിറ്റീവായിട്ട് തന്നെയാണ് പറയുന്നത്. ചില ആൾക്കാരുണ്ട്, ചില ആൾക്കാർ വന്നിട്ട് പറയും, നമ്മൾ എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ പറയും, ഇവിടെ മറ്റേ ട്രോള് കണ്ടില്ലേ, എന്ത് തോന്നുന്നു അത് കാണുമ്പോൾ ഇതൊക്കെ ചോദിക്കും. അപ്പൊ അവരുടെ വിചാരം നമുക്കത് കാണുമ്പോൾ സങ്കടം വന്നാ ഈ എതിരെ നിൽക്കുന്നതിനുള്ളെന്ന് അറിയാൻ ശ്രമിച്ചാൽ അല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇപ്പൊ നിങ്ങൾ ആലോചിച്ചു, ഇപ്പൊ സിദ്ദിഖ് എന്ന് പറയുന്ന ആൾ ഇത്രയും വർഷമായിട്ട് സിനിമയിൽ അഭിനയിക്കുന്നില്ലേ? സിദ്ദിഖിന്റെ ഒരു 10 ട്രോള് പറഞ്ഞ, അല്ലെങ്കിൽ 5 ട്രോള് പറ, ഈ വയലാർ എഴുതൂ ഇതുപോലെ എന്നുള്ള സാധനം അല്ലേ ഫസ്റ്റ് വരുന്ന സാധനം. അപ്പൊ അതെന്താ പറയാത്ത അല്ലേ? ബൈസിക്കിൾ ദിവസം എത്ര പേരാണ് പറഞ്ഞിട്ടുണ്ട്, പെട്രോൾ അടിക്കാൻ വേണ്ടി പബ്ബിൽ പോകുമ്പോൾ അങ്ങനെ ഒരു സാധനം നമ്മൾ ആലോചിച്ചിട്ട് പോലും ഇല്ല. രാജു വർഗീസ് ഒന്നുമില്ല, സാർ മീറ്ററിലേക്ക് ഒന്ന് നോക്കണം സാർ. ഇല്ല കുഴപ്പം, നിങ്ങൾ അടിച്ചു സാർ, അങ്ങനെ പറയരുത്. ചില ആൾക്കാരുണ്ട് അടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അടിച്ചില്ല എന്ന് പറഞ്ഞു, മീറ്ററിലേക്ക് നോക്കണം സാർ. കുഴപ്പമില്ലടോ, താൻ അടിച്ചോ? അടിക്കുന്നത് കുമാരി നേരെ മീറ്റർ ഓടുന്നുണ്ട്, അടിക്കുന്നത് നേരെ ക്യാനിലേക്കാണ്, കന്നാസിലേക്ക് അടിക്കുന്നത്. അപ്പൊ എന്ന് പറയുന്ന പോലത്തെ നമ്മളതൊന്നും എവിടെയും കണ്ട് ചൂണ്ടിയ സീൻസ് അല്ലല്ലോ, നമ്മൾ സ്വന്തമായിട്ട് എഴുതിയതല്ല എന്ന് പറയുന്ന പോലെ. എഴുത്തിന്റെ കാര്യത്തില് സ്ക്രിപ്റ്റ് റൈറ്റിംഗ് മാത്രമല്ല, ശരിക്കും പാട്ടുകള്, മഴപാടും കുളിരായി വന്നതാരോ ഇവനോ അത് ഇവളോ എന്ന് പാടുമ്പോൾ ജിസ് അവിടെയും കുറച്ചൊരു സോഫ്റ്റ് ആയിട്ട്, ദീപക് ദേവിന്റെ കൂടെ ചേരുമ്പോൾ ഭയങ്കര രസമുള്ള സോഫ്റ്റ് ആയിട്ടുള്ള വരികളിലാണ് തുടങ്ങുക. പിന്നെ ഒരു ഹുക്ക് ലൈൻ ഉണ്ടാവും. ഇപ്പൊ ഇന്ന് പാട്ടിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഇന്നിപ്പോ വിനായകനെ ശരിക്കും ടി.പി. ശാസ്ത്രമംഗലം വിമർശിക്കുന്ന സാഹചര്യത്തില് പുതിയ കാലത്തിലെ പാട്ടെഴുത്തൊക്കെ മാറിയിട്ടുണ്ട്. പണ്ട് പല്ലവി അനുപല്ലവി എന്നൊക്കെ പറഞ്ഞ് പൊക്കോണ്ടിരുന്നത് ഇപ്പൊ ഹുക്ക് ലൈൻസിലാണ്. ഇപ്പൊ ജിസിന്റെയും പാട്ടുകളിൽ ഹുക്ക് ലൈൻസ് ഭയങ്കര രസമാണ്. അപ്പോൾ ദീപക് അങ്ങനെ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ പ്രിൻസും അതേപോലെ തന്നെ ഹുക്ക് ലൈൻസ് നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പാട്ടുകളിലൊക്കെ ഹുക്ക് ലൈൻസ് ഹിറ്റാണ്. ഇൻസ്റ്റയിൽ ഏറ്റവും കൂടുതൽ ജിസിന്റെ പാട്ടുകളിലെ ഹുക്ക് ലൈൻസ് ആയിരിക്കും, ഇല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന അനുപല്ലവി ആയിരിക്കും കൂടുതൽ ഹിറ്റ് ആവുന്നത്. എഴുതുന്ന സമയത്ത് ജിസ് അങ്ങനെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു? ആഗ്രഹിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോ ബൈസിക്കിൾ തീവ്സ് എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ദീപകിനെ ഞാൻ അപ്രോച്ച് ചെയ്യുമ്പോൾ, ദീപക് എൻ്റെ നൈബറാണ്. എൻ്റെ അതേ സ്ഥലത്താണ് ദീപക് താമസിക്കുന്നത്. ദീപക് ഓഫ് കോഴ്സ് കുറേ നാൾ US-ലുണ്ടായിരുന്നു, ദുബായിലുണ്ടായിരുന്നു. എങ്കിലും
അദ്ദേഹം എറണാകുളത്ത് ജീവിക്കുന്നത് എൻ്റെ വീടിൻ്റെ അടുത്താണ്. അപ്പോൾ ദീപകിന്റെ ഒരു ഫ്ലോർ മുകളിൽ, താഴെ ഹരിശ്രീ അശോകന്റെ വീട്, ദീപക് ദേവന്റെ വീട്, മുകളിൽ ആദർശിക്കയുടെ വീട്. ഇങ്ങനത്തെ ഒരു 3 നിലയുള്ള ഫ്ലാറ്റിലാണ് അവർ താമസിച്ചിട്ട്. ദീപകിനെ ഞാൻ കൂടെ കാണും. അപ്പൊ അങ്ങനെ ഈ ബൈസൈക്കിൾ ദിവസം ആയപ്പോൾ ഞാൻ നേരെ ദീപകിന്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, ദീപക് മ്യൂസിക് ചെയ്ത് തരാമെന്ന് ചോദിച്ചു. അപ്പൊ ദീപക് ഞാൻ ഇമ്മീഡിയറ്റ്ലി പ്രതീക്ഷിക്കുന്നത് പിന്നെന്താടാ ചെയ്യാം ഇങ്ങനെ പറയുന്നുള്ളതാണ്. ദീപകിനോട് ഇങ്ങനെ ചോദിച്ചിട്ട് കഥയൊന്ന് കേൾക്കാൻ പറ്റുമോ? അപ്പൊ ഞാൻ ചോദിച്ചു സീരിയസ്ലി? പുള്ളി പറഞ്ഞു കഥ ഞാനിങ്ങനെ കുറച്ച് സെലക്റ്റീവ് ഫ്രണ്ട്ഷിപ്പ് ഒക്കെ അവിടെ നിൽക്കട്ടെ എന്ന്, കഥയൊന്ന് കേട്ടിട്ട്. കാരണം അന്ന് ദീപക് ഇങ്ങനെ ഫ്ലൈ ചെയ്യുന്ന സമയമാണ്. അപ്പൊ ശരി ഞാൻ കഥ പറയുന്നുണ്ട്. അവന്റെ ഫ്ലാറ്റിലിരുന്ന് അങ്ങനെ കഥ പറഞ്ഞപ്പോൾ പുള്ളിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പുള്ളി പറഞ്ഞു ഒരുപാട് ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഉണ്ട്, നമുക്കത് അതുപോലെ മ്യൂസിക്കലി ഒക്കെ എന്നെ സപ്പോർട്ട് ചെയ്യേണ്ടി വരും, കൊള്ളാം, എനിക്ക് വർക്ക് ചെയ്യാൻ മാത്രമുണ്ട്. പാട്ടുകൾക്ക് 2 പാട്ടിന് സ്കോപ്പുണ്ട്. ഓക്കെ യാ. അപ്പം ഞാൻ പറഞ്ഞു ദീപക് എനിക്ക് ഇപ്പൊ ദീപകിന്റെ പാട്ടുകളെ കുറിച്ച് പറഞ്ഞാൽ പെട്ടെന്ന് നിള നിള നദിയെ എന്നുള്ള പാട്ട് വരും, സ്വയംവര ചന്ദ്രി എന്നുള്ള പാട്ട് വരും, കരളെ കരളിന്റെ കരളെ വരും, പറയാതെ അറിയാതെ നീ പോയതല്ലേ, സോന സോന നീ 1-ാം നമ്പർ. പല വേരിയൻസിലെ പാട്ടുകളാണ്, പല ജോണറിലെ പല പ്രൊഫൈലിലെ പാട്ടുകളാണ്. അപ്പൊ ദീപക് എനിക്ക് എപ്പോഴും ഒരു വെള്ളം പോലെ തോന്നിയിട്ടുണ്ട്. നമ്മൾ സിനിമയ്ക്ക് എന്ത് പ്രതലമാണ് ആവശ്യം പുള്ളി അത് ആയിത്തീരും. അതുകൊണ്ടാണ് ദീപകിന്റെ ചിലപ്പോൾ സിനിമ ഫ്ലോപ്പായ പടങ്ങളിലെ പാട്ടുകൾ പോലും നമ്മൾ ഓർത്തിരിക്കുന്നത്. ഫ്ലോപ്പ് പടത്തിലെ പാട്ട് പോലും ഭയങ്കര അടിപൊളി പാട്ടുകളായിരിക്കും. ഞാൻ ദീപക് ഇപ്പോൾ ഞാൻ ഈ പാട്ടുകളെ കുറിച്ച് പറഞ്ഞല്ലേ, മൊഴികളും മൗനങ്ങളും, ഞാൻ പറഞ്ഞ മാതിരി ഇതേപോലെ നാളെ എൻ്റെ പടത്തിലെ പാട്ടുകളെ കുറിച്ച് അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന പാട്ടുകളെ കുറിച്ച് ആൾക്കാർ സംസാരിക്കണം. ഇതാണ് എൻ്റെ മിനിമം റിക്വയർമെന്റ് എന്ന് പറയുന്നത്. ഒരു സംവിധായകൻ എന്നുള്ള രീതിയിൽ മിനിമം എനിക്കത് വേണം. അതായത് ഈ പടം 10 വർഷം കഴിഞ്ഞാലും നമ്മുടെ പാട്ടിനെ കുറിച്ച് ആൾക്കാർ സംസാരിക്കണം. പടം വിജയിക്കില്ലോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് നാട്ടുകാരുടെ കയ്യിലും ദൈവത്തിൻ്റെ കയ്യിലും ഇരിക്കുന്ന കാര്യമാണ്. ദൈവത്തിന് അതിൽ സന്തോഷമായി. അങ്ങനെയാണ് ഈ പുഞ്ചിരി തഞ്ചും എന്ന് പറയുന്ന പാട്ട് ശങ്കർ മഹാദേവൻ. ആ പാട്ടിന് പ്രത്യേകത ഉണ്ട്. എൻ്റെ സിനിമകളിൽ 10-25ഓളം പാട്ടുകൾ മൊത്തം ഉണ്ടായിട്ടുണ്ടല്ലോ. അതിലാകെ ഒരു പാട്ട് പുറത്തുള്ള ഒരാൾ എഴുതിയിരിക്കുന്നത് ഈ പാട്ടാണ്, കൈതപ്പുറം ദാമോദരൻ നമ്പൂരി. പിന്നെ എല്ലാ പാട്ടും നമ്മൾ തന്നെയാണ്. അപ്പൊ അതെ, ഈ സിനിമയുടെ 11 വർഷം പൂർത്തിയായ ദിവസമാണ് കഴിഞ്ഞ 29-ാം തീയതി സിനിമ ഇറങ്ങിയിട്ട് 11 വർഷമായി. അപ്പോൾ സൗദി അറേബ്യയിലെ പ്രോഗ്രാമിന് രമ്യ നമ്പീശനും ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു വേദിയിൽ വെച്ച് ഞങ്ങൾ കണ്ടുമുട്ടി. അപ്പോൾ രമ്യയുടെ ഇപ്പുറത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, രമ്യ എൻ്റെ പടത്തിൽ പാടിയ പാട്ട് ഓർമ്മയുണ്ടോ? ഇപ്പൊ പാന്തയായിട്ട് അങ്ങനെ ചോദിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്. അപ്പൊ രമ്യ നമ്പീശനാണ് മേലെ വാനിലെ കിളികളായി എന്നുള്ള പാട്ട് രവീന്ദ്ര മാസ്റ്റർ മകനും രമ്യ നമ്പീശനും കൂടി ചേർന്നാ പാടിയിരിക്കുന്നത്. അപ്പൊ രമ്യ, ഞാൻ ആ റെക്കോർഡിങ്ങിന് ഇല്ലായിരുന്നു. ആ പാട്ടിന്റെ റെക്കോർഡിങ് ചെന്നൈയിലായിരുന്നു. അപ്പൊ ഞാൻ ആ സമയത്ത് പോസ്റ്റ് പ്രൊഡക്ഷന്റെ തിരക്കായതുകൊണ്ട് ഞാൻ പോകാൻ പറ്റിയില്ല. അപ്പോൾ രമ്യ എന്നോട് പറയാണ്, ചേട്ടാ ആ പാട്ടിന്റെ റെക്കോർഡിങ്ങിന് പുറകിൽ ഒരു കഥയുണ്ട്. ഞാൻ ചെന്തുപറ്റി, നല്ല ദീപാവലി ടൈമിലാണ് ആ റെക്കോർഡ് ചെയ്തത്. അപ്പോൾ ഒരു വരി പാടുമ്പോൾ പടക്കം പൊട്ടും, നിർത്തും. അതായത് പടക്കം പൊട്ടലുകളുടെ ഗ്യാപ്പിനിടയിലാണ് റെക്കോർഡിംഗ് നടക്കുന്നത്. അങ്ങനത്തെ ഒരു ചരിത്രമുണ്ട് ഈ മേലേവാന്റെ കിളികൾ എന്ന് പറയുന്നത്. എത്രയോ നേരം കൊണ്ടാണ് അത്രയും പൂർത്തിയാക്കിയത്. ഈ ആർട്ടിസ്റ്റുകൾ പാട്ട് പാടുന്നത് അപർണ ബാലമുരളിയാണ് മഴപാടും പാടിയത്. അത് അതിനു മുമ്പ് പാട്ടുകൾ പാടിയിട്ടുണ്ട് അയാള്. അപ്പൊ അതുകൊണ്ട് ചൂസ് ചെയ്തതാണോ അതേ പടത്തിൽ അഭിനയിക്കുന്നത് കൊണ്ട് എങ്ങനെയാണ് ജിസ്? ഉറപ്പായിട്ടും അപർണ അല്ലായിരുന്നു ആ പടത്തിൽ അഭിനയിക്കുന്നെങ്കിൽ ഉറപ്പായിട്ടും അപർണ ആയിരിക്കില്ല പാട്ട് പാടുന്നത്. നമ്മൾ അങ്ങനെ ഒരു ഓപ്ഷൻ ആലോചിക്കുക പോലും ഇല്ലല്ലോ. ചിലപ്പോൾ അത് മറ്റാരെങ്കിലും തന്നെ ആയിരിക്കും. ഇത് ഓഫ് കോഴ്സ് അപർണയാണ് സിനിമയിൽ അഭിനയിക്കുന്നത്. അപ്പോൾ അപർണ സിംഗറും കൂടിയാണ്. പിന്നെ ദീപക് ദേവിന് പൊതുവെ ഇത്തരം കാര്യങ്ങളോട് ഭയങ്കര ഒരു താല്പര്യമുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ തലവനില് ഈ പാട്ട് ഇങ്ങനെ ആലോചിക്കുമ്പോൾ ദീപകിന് കുറേ ആൾക്കാരുടെ പേര് പറയുന്നു. അപ്പോൾ നാളെ മറ്റന്നുള്ള റെക്കോർഡിംഗ് നടക്കും. അപ്പോൾ പെട്ടെന്ന് രാവിലെ എണീറ്റപ്പോൾ എനിക്കൊരു ആഗ്രഹം. ഞാൻ പറഞ്ഞു, ദീപക് ആ പാട്ട് നമുക്ക് കട്ടിയുള്ള ശബ്ദത്തിൽ ആരെങ്കിലും കൊണ്ട് പാടിക്കാൻ പറ്റും, ഭയങ്കര കട്ടിയുള്ള ശബ്ദം. അപ്പോൾ പുള്ളി ചോദിച്ചു, എടാ അങ്ങനെ പറയുമ്പോൾ ആരാ? ഞാനിപ്പോൾ ദാസേട്ടൻ പാടുന്നില്ല, ഞാൻ പറഞ്ഞത് മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. ഇപ്പൊ ദാസേട്ടൻ വന്ന പോലെ, അല്ലെങ്കിൽ ഇപ്പൊ ലജ്ജാവതി എന്നുള്ള പാട്ട് വന്നപ്പോൾ നമ്മൾ അതുവരെ കേൾക്കാത്ത ഒരു ഭയങ്കര കട്ടിയുള്ള ഒരു വോയിസ് വന്നതുപോലെ അങ്ങനെ ആരെങ്കിലും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ദീപക് അത് നോക്കട്ടെ എന്ന് പറഞ്ഞ് കട്ട് ചെയ്തിട്ട് 5 മിനിറ്റ് വിളിച്ചിട്ട്, എടോ നമ്മുടെ പടത്തിലെ ഹീറോയെക്കാളും കട്ടിയുള്ള വോയിസ് മലയാള സിനിമയിൽ ആർക്കുമില്ലല്ലോ, ബിജു അതിനേക്കാളും വലിയ വോയിസ് ഏതാ? അത് മതി, അത് ഉഗ്രനായിരിക്കുന്നതാണ്. അങ്ങനെയാണ് ഞാൻ നേരെ ബിജുവേട്ടൻ വിളിക്കുകയും ആ പാട്ട് കാണുന്നതും കേൾക്കുന്നതും എന്ന് പറഞ്ഞ പാട്ട് ബിജുവേട്ടൻ പാടുന്നത്. അപ്പൊ അങ്ങനെ ദീപക്കിന് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എപ്പോഴും അങ്ങനെയാണ്. ഈ പറഞ്ഞ പോലെ എപ്പോഴും കേൾക്കാത്ത ഒരാളുടെ പേര് നമ്മൾ പെട്ടെന്ന് പറയുകയാണെങ്കിൽ അതിനോടൊരു ആഭിമുഖ്യമുണ്ട്. അയാളെ വെച്ച് പിന്നെ അയാളെ വെച്ച് ചെയ്യിക്കാം എന്ന് പറയണം. നിങ്ങളുടെ സോഫ്റ്റ് പാട്ടുകൾ ചർച്ച ചെയ്യുന്നതിന് മുമ്പ് ഒരു ടാസ്ക് ഉണ്ട്, ഡീകോഡ് ചെയ്ത് തരണം. കണ്ടോ നിന്റെ കണ്ണിൽ ഒരു പ്രചണ്ഡനം, പ്രക്ഷോഭനം,
ദൃഷ്ടാടനം. ദൃഷ്ടാടനം കേട്ടോ, നിന്റെ കാതിൽ ഒരു ഹുമേളനം. ദൃഷ്ടാപമായി തെറ്റു പറയുന്നതിൽ ശരിയാണ്. അതെ. പിന്നെയുള്ള വാക്കാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട തുപ്ലോദയം. നീ അറിഞ്ഞോ പെണ്ണെ പാരിക്ഷോപ്തിയായോ, തുലോം തുച്ചോ മോഹിച്ചല്ലോ ഞാൻ. തുലോം തുച്ചോം, ഓക്കെ, തുലോം നമ്മുടെ വാക്കാണ്. തുച്ചോം എന്ന് പറയുന്നത് വേണമെങ്കിൽ അങ്ങനെ ഒരു വാക്ക് ഉണ്ടാക്കാം. അർത്ഥം പറഞ്ഞിട്ട് പോയാൽ മതി. അർത്ഥമില്ലല്ലോ എന്തർത്ഥം. അതായത് ആ പാട്ട് ഇങ്ങനെ നമ്മള് ദീപക് ഏതൊക്കെയോ പാട്ടുകൾ നമ്മൾ ടിപ്പിക്കൽ ആദ്യം നമ്മൾ ഏതെങ്കിലും പാട്ട് വാങ്ങിച്ചിട്ട് റീമിക്സ് ചെയ്യാന്ന് പറഞ്ഞു. അന്നങ്ങനെ ട്രെൻഡ് ഉണ്ടായല്ലോ. ഇപ്പൊ ഒരു എന്നൊക്കെ പറഞ്ഞ പോലെ അതായിരുന്നു ദീപകിന്റെ ഐഡിയ. അപ്പൊ ഞാൻ പറഞ്ഞ മച്ചാനെ നമുക്ക് ടോട്ടലി വേറൊരു പരിപാടി മാറ്റി പിടിച്ചാലോ. അപ്പൊ അതെന്താണെന്ന് ചോദിച്ചു. എന്തെങ്കിലും ഒരു പരിപാടി ടോട്ടലി ഈ റീമിക്സ് അല്ലാത്തൊരു പരിപാടി പിടിച്ചാലോ. അപ്പൊ എനിക്കും ക്ലാരിറ്റി ഇല്ല, ദീപക്കിനും ക്ലാരിറ്റി ഇല്ല. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ദീപകിന്റെ സ്റ്റുഡിയോയിൽ എത്തിയിട്ട് എന്തോ ഒരു പൊട്ടത്തരം പാടി, ഒരു കണക്ഷനും ഇല്ലാത്ത വാക്കുകൾ വെച്ചിട്ട് ജിബ്രിഷ് അങ്ങനത്തെ ഒരു 20 സെക്കൻഡ് ദീപക് ഒറ്റ ചിരിച്ചിട്ട് താൻ ഒന്നും കൂടെ പാടി എന്നിട്ട് റെക്കോർഡിങ്ങിന് ഇട്ടു. ചുമ്മാ വൈൽഡായിട്ട് ഞാൻ പാടി. എന്നിട്ട് പുള്ളി കുറെ നേരം ചിരിച്ചിട്ട് പിന്നെ ഞങ്ങൾ ആ ടോപ്പിക്ക് വിട്ടു. പിറ്റേ ദിവസം എന്നെ രാവിലെ എന്നെ വിളിച്ചിട്ടുണ്ട്, ജിസ ഞാൻ ആ റെക്കോർഡ് ചെയ്ത സാധനം വീട്ടിൽ പിള്ളേരെയും വൈഫിനെയും കേൾപ്പിച്ചു. അവര് ചിരിയോട് ചിരിയായിരുന്നു. ഇത് വർക്കാണ്. മറ്റു പാട്ടുകൾ ഹിറ്റാവുമെന്ന് എനിക്ക് അറിയില്ല, പക്ഷെ ഇത് ഹിറ്റായിരിക്കും, 100% ഹിറ്റായിരിക്കും. സോ ഈ ഇപ്പൊ പറഞ്ഞില്ലേ അതുപോലത്തെ വാക്കുകൾ വെച്ച് മാത്രം ഒരു കുറെ സാധനം തന്നെ എഴുതിക്കൊണ്ടുപോവാം. അപ്പൊ ഞാൻ നിൽക്കാനെ വെറുതെ എഴുതാൻ പറ്റില്ല, ട്യൂൺ തന്നാൽ എഴുതാൻ. അങ്ങനെ ദീപക് അതുകൊണ്ട് ട്യൂൺ തന്നു. ഞാൻ വീട്ടിൽ പോയിരുന്ന് എഴുതി. അത് പിറ്റേ ദിവസം ഒന്നും മാറ്റിയിട്ടില്ല, ആ പാട്ടിൽ വരികളിലത്ത് ഒന്നും മാറ്റിയിട്ടില്ല. അതിങ്ങനെ ഭയങ്കര എൻജോയ് ചെയ്ത് അൻവർ സാദത്ത് അത് പാടിയിരുന്നത് ഭയങ്കര രസം. റെക്കോർഡിങ് അടിപൊളിയായിരുന്നു. തുലോം തുച്ഛവും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. തുലോം തുച്ഛം മോഹിച്ചല്ലോ ഞാൻ. എന്റെ അനുപല്ലവി ഒക്കെ അങ്ങനെ അങ്ങനത്തെ സാധനങ്ങളിലാണ്. എന്താണ് റിപ്പബ്ലിക് ഡേയോ നീയും ഒരു ഹോളിഡേയിൻ അർമാദമോ എന്നൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര രസമല്ലേ ഈ ഹുക്ലൈൻസിനെ കുറിച്ച് പറയുമ്പോഴേ. എല്ലാത്തിലും ഇപ്പം ഒരു നോക്ക് കാണുവാനല്ലേ, അലയും ഒരു കാറ്റിൻ ഇതളുകളായി, ആ സാധനമാണ് കാർത്തിക് നല്ല രസമായിട്ട് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ സജിനി എന്ന് പറയുന്ന പാട്ടില് പകലുകൾ തീരാതെ പുതുമഴ തോരാതെ എന്ന് പറയുന്ന സാധനമില്ലേ, അതാണ് ആവർത്തിച്ചിരിക്കുന്നത്. ഹുക്ലൈൻസിന്റെ ഒരു പ്രത്യേകത, ഇന്നത്തെ സിനിമകൾക്കൊക്കെ ഹുക്ലൈൻസ് വേണം, പക്ഷേ ഇത് ഇങ്ങനെ ഹിറ്റ് ആവും എന്നുള്ളത് ഇപ്പം ഇവരൊക്കെ എങ്ങനെ തിരിച്ചറിയുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. ദീപക് ആണ് അത് ആദ്യം പറയുന്നത് കേട്ടോ. അതിപ്പോ ദൂരെ ദൂരെ വിണ്ണിലെ മണി താഴെ വന്നോ, മഴപാടും തുടങ്ങുന്ന ഹുക്ക് അതാണല്ലോ. അപ്പോൾ ഹുക്കുകൾ എപ്പോഴും നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഒരു പാട്ട് കുറെ കൂടെ ക്യാച്ച് ചെയ്യാനും, ഒന്നും നടന്നില്ലെങ്കിൽ ഒരു അവരോഹണം ഭയങ്കരമായിട്ട് നടക്കുമല്ലോ. ഹുക്ക് ഇങ്ങനെ നിൽക്കുകയും അങ്ങനെ ഒരു സംഭവം ഉണ്ട്. ദൂരെ ദൂരെ വിണ്ണിലെ പറയുമ്പോഴൊരു രസമുള്ള ഓർമ്മ എന്ന് പറയുന്നത്, ഇത് നമ്മള് തലശ്ശേരി മുഴുപ്പലങ്ങാട് ബീച്ചിന്റെ ആ പ്രദേശത്താണ് ഷൂട്ട് ചെയ്യുന്നത്. ഞാൻ ക്യാമറാമാനോട് പറഞ്ഞു, അലക്സ് ആണ് ക്യാമറ, ഞാൻ പറഞ്ഞു എനിക്കൊരു ഭയങ്കര ഒരു മാജസ്റ്റിക് വ്യൂ വേണം, വളരെ മാജസ്റ്റിക് വ്യൂ എന്നൊക്കെ പറയില്ലേ, അതിങ്ങനെ ആൾക്കാരിങ്ങനെ നോക്കി നിൽക്കുന്ന അത്രയും ഗ്രാൻഡിയർ ആയിട്ടുള്ള വ്യൂ. ആ വ്യൂവിലേക്ക് നടന്നു പോകുന്ന നായകനും നായികയും അവരുടെ ബാക്ക് ഷോട്ടിലായിരിക്കണം ഈ ദൂരെ ദൂരെ. അവിടെ കട്ട്സ് പാടില്ല, ഒറ്റ ഷോട്ടിങ്ങിനെ വെച്ചിട്ട് ഇങ്ങനെ പോകണം. ആ പുള്ളി പറഞ്ഞു, വേണോ ചേട്ടാ നമ്മൾ നിൽക്കുന്നത് ആഗ്രയിലോ താജ്മഹലിന്റെ മുമ്പിലോ അല്ല, അങ്ങനെ മജസ്റ്റിക് വ്യൂ വേണം, മുഴുപ്പലങ്ങാട് ബീച്ചിൽ വേണം എന്ന് പറയുമ്പോൾ ഞാനിത് എന്ത് മജസ്റ്റിക് വ്യൂ ചെയ്യാനാണ്. അപ്പൊ ഞാൻ പറയടാ, സൺസെറ്റ് ഒരു മജസ്റ്റിക് വ്യൂ അല്ലേ. ഞാനൊരു സൺസെറ്റ് എന്നൊക്കെ പറഞ്ഞാൽ നീ ഞാൻ അങ്ങനെ കാണുള്ളൂ, അല്ലെങ്കിൽ സൺറൈസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ കാണുള്ളൂ. മജസ്റ്റിക് വ്യൂ എന്ന് പറയുമ്പോൾ ആ മജസ്റ്റിക്കലി അത് ഷൂട്ട് ചെയ്യണം. അപ്പൊ സൺസെറ്റ് എന്നുള്ള സാധനം ഫിക്സ് ചെയ്തു. സൺസെറ്റിലാണ് ഒരു പാട്ട് തുടങ്ങണം കേട്ടോ, ആലോചിക്കണം. ഈ പ്രധാനപ്പെട്ട ലവ് സോങ് തുടങ്ങുന്നത് സൺസെറ്റിലാണ്. ആസിഫും അപർണയും ഇങ്ങനെ നടന്നു പോകണം. അപ്പൊ അതിന് നടന്നു പോകാൻ പറ്റിയ സ്ഥലം കണ്ടുപിടിക്കണമല്ലോ. അങ്ങനെ കുറേ സ്ഥലം ഈ പ്രൊഡക്ഷൻ കൺട്രോളർ നടന്നിട്ട് ഒരു വഴി എന്നെ കൊണ്ടു കാണിച്ചു. വലിയ വീതിയൊന്നുമില്ല, ഈ മുറിയുടെ വീതിയുടെ പകുതിയുള്ളൂ. വീതി കുറഞ്ഞ 2 സൈഡും ഈ ചെത്തുകല്ല് കൊണ്ടുണ്ടാക്കിയ പോലത്തെ ഒരു വഴി. ആ വഴി, പക്ഷെ ഈ വഴി ഇങ്ങനെ നടന്ന നേരെ കടലാണ്, സീംലെസ് കടലാണ്. അത് ബെഡ് ഇട്ട പോലെ കടൽ ഇങ്ങനെ കിടക്കുക, അറ്റം കാണാൻ വയ്യ. അവിടെ സൺസെറ്റിന്റെ സമയത്ത് കറക്റ്റ് പോയാൽ ഈ 2 വഴിയുടെ നടുക്ക് കടല്, അതിന്റെ അറ്റത്ത് മറ്റേ സൂര്യാസ്തമയം. ഭയങ്കര അത് പൊളിക്കും. നമ്മളപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഒരു 3:30 മണിക്ക് തന്നെ പോയിട്ട് അവിടെ സെറ്റ് ആവാം, എടുത്തേക്കാം. ഞാനും അപർണയും ഒക്കെ ആയിട്ട് അവിടെ ചെല്ലുന്നു. അപ്പൊ ഇതാണ് വഴി, ഓക്കെ. ഇത് മതില്. ഈ മതിലിനോട് ചേർന്നൊരു 20-25 സെന്റുകളുടെ സ്ഥലത്ത് നല്ലൊരു വീടുണ്ട്, നല്ലൊരു ഒരു പഴയ വാർക്ക വീടുണ്ട്.
അപ്പം ഞാൻ പറഞ്ഞു ഷടാ ഈ വാർക്ക വീട്ടുകാരുടെ ഭാഗ്യം. കാരണം എന്താ, നമ്മൾ റിസോർട്ടിലൊക്കെ പോയിട്ട് വേണ്ട ഇങ്ങനെ വ്യൂ കാണണമെങ്കിൽ, നമ്മളൊക്കെ വല്ലപ്പോഴും അല്ലേ കാണാറുള്ളൂ. ഇവർ രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം എണീക്കുമ്പോഴേ കാണുന്നതല്ലേ. അതായത് ഇവരുടെ വീടിൻ്റെ പുറകിൽ കടലാ, വേറെ ഒരു തടസ്സങ്ങളുമില്ല, നേരെ കടലാണ് ഇവരുടെ ഒരു മതിലെന്ന് പറയുന്നത്. ഞങ്ങൾ അവിടെ ചെന്നു. അപ്പോൾ അവിടെ അങ്കിളും ആൻറ്റിയും പുറത്ത് നിൽപ്പുണ്ട്. അപ്പം അങ്കിളും ആൻറ്റിയും പറഞ്ഞു, നിങ്ങൾ ഇവിടെ നിൽക്കണ്ട, അകത്ത് കയറി മേക്കപ്പ് ചെയ്തോ, ഇത് ഈ വീട് ഉപയോഗിച്ചോളൂ. അപ്പോൾ നമുക്ക് സന്തോഷമായി. കാരണം കൊള്ളാം, അന്ന് ക്യാരവണൊന്നും അങ്ങോട്ട് കയറൂല. അപ്പോൾ ശരി, ഞാനും ആസിഫും അപർണയും എല്ലാവരും കൂടെ വീട്ടിലേക്ക് കയറിയിരുന്നു. അപ്പോൾ അങ്കിളോടും ആൻറ്റിയോടും കുറേ നേരം സംസാരിക്കുന്നു. അപ്പോൾ അങ്കിളുടെ മക്കളൊക്കെ എന്ത് ചെയ്യുന്നു, ഞങ്ങൾക്ക് ഒരു മോൻ ഇപ്പോൾ എറണാകുളത്താണ്, അവൻ ഈ മ്യൂസിക് ഡയറക്ഷൻ എന്നൊക്കെ പറഞ്ഞ് നടക്കുവാണ്. അത് ചോദിച്ചു എന്താ പേര്, അവൻ ഇപ്പോൾ ദീപക് ദേവിന്റെ കൂടെ അസിസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്താ പേര്, സുഷൻ ശ്യാം. സുഷൻ ശ്യാമിന്റെ വീടാണ്. അയ്യോ, ഞാൻ ഇപ്പോഴും ഞാൻ ആ പാട്ട് കാണുമ്പോൾ ആലോചിക്കും, എടാ ഇവൻ മ്യൂസിക് ഡയറക്ടർ അല്ലെങ്കിൽ ഒരു ക്രിയേറ്റീവ്ലി ഒരാളാകും. കാരണം അങ്ങനെ ഒരു വീട്ടിൽ അല്ലാത്തൊരാൾക്ക് ജീവിക്കാൻ പറ്റില്ല, കാരണം ആയിപ്പോവും. അത്ര രസമുള്ള ടച്ച് വുഡ്, മാഷാഅല്ലാഹ്, എന്നും അങ്ങനെ തന്നെ ഉണ്ടാവട്ടെ. അത്ര രസമുള്ളൊരു വീടും അത്ര രസമുള്ളൊരു ആംബിയൻസും ആണ്. ഏറ്റവും വലിയ എക്സൈറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇന്ന് ഇവിടെ ഇരിക്കുമ്പോ ഈ പുഷ്പ 2 കണ്ടിട്ടുള്ള ഒരാളാണ് ഈ മുമ്പിൽ ഇരിക്കുന്നത്. അത് വേറെ ലെവലല്ലേ. നമ്മൾ കാണുന്നതിന് മുമ്പ് ഈ സാധനം നമ്മൾ ഇപ്പോ കാത്തിരിക്കുകയാണ്. അപ്പോ പുഷ്പ 2 കണ്ടിട്ട് മുമ്പിൽ ഇരിക്കുകയാണ്. അപ്പൊ ഒരിക്കലും ചോദിക്കില്ല, ഞാൻ ഒരു സീനും ചോദിക്കില്ല, ചോദിച്ചാലും പറയില്ല. പക്ഷെ അടിപൊളിയായിരിക്കില്ലേ? അടിപൊളിയായിരിക്കും. അതായത് മാസാണ്, ഭയങ്കര മാസാ പടം. ഞാനപ്പോൾ അതിന്റെ ഒരു ഇൻസ്റ്റാഗ്രാം വീഡിയോ ഞാനത് ഡബിങ് കഴിഞ്ഞപ്പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി ഒരു വീഡിയോ കൂടെ ഇന്ന് പോസ്റ്റ് ചെയ്യാനുണ്ട്, ഫൈനൽ ചെയ്ത് തീർന്നു എന്ന് പറയുന്ന സാധനം കൂടെ. സംഭവം മാസാണ്, വളരെ വലിയ മാസ് പടമാണ്. അവര് പുഷ്പ 1 ഉണ്ടാക്കിയതിനേക്കാൾ വലിയ ക്യാൻവാസും ഇത്തവണ കുറെ കൂടെ ഇമോഷൻസും കൂടെ ഉണ്ട്, കുറച്ചും കൂടെ ഇമോഷണൽ, കുറച്ചും കൂടെ ഫാമിലി ഒക്കെ ഉണ്ട് ഈ പടത്തിൽ. പിന്നെ ഓഫ് കോഴ്സ് ഞാൻ പറയുമ്പോൾ നമ്മൾ എപ്പോഴും രജനീഷ്, നമ്മളൊരു സിനിമ കാണുമ്പോൾ ഒരുമിച്ച് കണ്ടാലേ നമുക്കത് മനസ്സിലാവും. നമ്മൾ റീൽ വൈസ് ആണ് കാണുന്നത്, ഇങ്ങനെ ഓരോ റീൽ. ഇപ്പൊ 9 റീലുണ്ട് പടം. 9 റീലിൽ ഡ്യൂറേഷൻ ഉണ്ട്, എനിക്ക് തോന്നുന്നു 3.25 മണിക്കൂറുണ്ട് പടം. ആ ലെങ്ത് ഞാൻ പറയാൻ കാരണം ഇപ്പൊ നിങ്ങൾക്ക് അത് ബുക്ക് മൈ ഷോയിൽ നോക്കിയാൽ കാണാമല്ലോ. 9 റീലാ പടം. ഇപ്പൊ ഞങ്ങളുടെ തലവൻ എന്നൊക്കെ പറഞ്ഞ പടം 6 റീലായിരുന്നു. സോ ഓഫ് കോഴ്സ് ലെങ്ത് ഉള്ള പടമാണ്. പക്ഷെ ആ ലെങ്ത്തിനൊപ്പിച്ചുള്ള മേക്കിങ്ങും അത്രയും പണിയെടുത്തിട്ടുണ്ട് അവർ. പിന്നെ പുഷ്പ 1 ഹിറ്റ് ആയതുകൊണ്ട് ഒരു സ്ഥലത്ത് പോലും അവർ കോംപ്രമൈസ് ചെയ്തിട്ടില്ല. ഇങ്ങനെ നമ്മൾ എപ്പോൾ സ്ക്രീനിലേക്ക് നോക്കിയാലും 1000 പേര് സ്ക്രീനിലുണ്ട്. എപ്പോൾ നോക്കിയാലും 1000 പേര് മിനിമം സ്ക്രീനിലുണ്ട്. അങ്ങനെയാണ് നിൽക്കുന്നത്. ഒരു വീടിന്റെ അകം കാണിച്ചാൽ പോലും ഒരു 10-250 പേര് വീടിനകത്ത് ബാക്കിലുണ്ട്. അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ആ സ്കെയിലാണ് ചെയ്തിരിക്കുന്നത്. ആൾക്കാരെ കാണിച്ചുകൊണ്ട് മാസമാവണമെന്നല്ലോ ഞാൻ പറയുന്നത്. അത് ഞാൻ വിശ്വസിക്കുന്നില്ല. അതിനകത്ത് പിന്നെ പാട്ടുകൾ ഭയങ്കര രസമായിട്ടുണ്ട്. ഫൈറ്റ് ഉണ്ട്, ഒരു 15 മിനിറ്റുള്ള ഒരു ഇടിയുണ്ട്. 15 മിനിറ്റ് ഉണ്ട്, 15 മിനിറ്റ് കൂടുതലുണ്ട്. ഓള് എൻ്റെ ദൈവമേ, അമ്മാതിരി ഇടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത. ഞാൻ പറയുന്നത്, ഞാൻ അങ്ങനെ ഇടിയുടെ ഒരു വലിയ ആരാധകരൊന്നുമല്ല. ആക്ഷൻ സീൻസ് ഇഷ്ടമാണ്, പക്ഷെ എന്നാലും ആക്ഷൻ സീൻ ഉള്ളതുകൊണ്ട് പോയി കണ്ടേക്കാം എന്ന് വിചാരിക്കുന്ന ആളല്ല. പക്ഷെ ഞാൻ തന്നെ ഒരു തവണ കണ്ടിട്ട് ഒന്നും കൂടി ഇട്ടേന്ന് പറഞ്ഞു. കാരണം അതും കണ്ട് ഇറങ്ങിയ നമുക്ക് വല്ലാത്തൊരു ഒന്നൊന്നര ഇടിയാണ്. ജിസ് പറയാൻ എനിക്ക് ആഗ്രഹമുള്ള ഒരു ലെങ്തി ഡയലോഗ് ഉണ്ട്. ഈ ഡയലോഗ് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ഇത് അല വൈകുണ്ഠ പുരുളു എന്ന് പറഞ്ഞ പടത്തിലെ ഡയലോഗെന്ന് തോന്നുന്നു. ബിക്കോസ് അതിനകത്ത് കുറെ കൂടെ ഇങ്ങനെ ഫിലോസഫീസ്, പൊതുവെ ത്രിവിക്രം സാറിന്റെ പടത്തിലൊക്കെ ഇങ്ങനെ ഫിലോസഫി ഡയലോഗിൽ ഇടയ്ക്ക് വന്നു ചേരാറുണ്ട്. അതിനകത്ത് ഈ ഡയലോഗ് ഇങ്ങനെയാണ്: കാശിനോട് ആർത്തിയുള്ള എൻ്റെ ഒരു സുഹൃത്ത് രാവിലെ എഴുന്നേറ്റ് എന്നോടൊരു ചോദ്യം ചോദിച്ചു, നേടുന്നതാണോ വിട്ടുകളയുന്നതാണോ വലുതെന്ന്. രാവണൻ സീതയെ പിടിച്ചുകൊണ്ടുപോയി, പക്ഷെ രാമന്റെ കൈകൊണ്ട് മരിക്കുകയും ചെയ്തു. ഒരുപക്ഷെ വിട്ടുകൊടുത്തിരുന്നെങ്കിൽ മരിക്കില്ലായിരുന്നല്ലോ. കൗരവര് ചൂതിൽ ജയിച്ചെങ്കിലും കുരുക്ഷേത്രത്തിൽ തോറ്റുപോയി. ചൂതിൽ തോറ്റിരുന്നെങ്കിൽ ബ്രദേഴ്സൊക്കെ കൂടെ പാർട്ടിയൊക്കെ നടത്തി രാജ്യം നന്നായിട്ട് ഭരിക്കുമായിരുന്നു. ചില സമയത്ത് നേടുന്നതിനേക്കാൾ നല്ലത് വിട്ടുകൊടുക്കുന്നതാണ്, ജയിക്കുന്നതിനേക്കാൾ നല്ലത് തോക്കുന്നതാണ്. ഇങ്ങനെയുള്ള കുറെ ഡയലോഗ്സ് ഉണ്ടാവുമല്ലേ ചില സിനിമകളിലൊക്കെ. ഇപ്പൊ എത്ര പടമായി ശരിക്കും? എനിക്ക് തോന്നുന്നു 20 തോന്നുന്നു. പുഷ്പ 2 എന്ന് പറയുമ്പോൾ 20 പടം തോന്നുന്നു. ഇതിനിടയ്ക്ക് ഛത്രപതിയില് പ്രഭാസിന് ശബ്ദം കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, കുറെ ആൾക്കാർക്ക് രവി തേജയ്ക്ക് കൊടുത്തിട്ടുണ്ട്, പ്രഭാസിന് കൊടുത്തിട്ടുണ്ട്. ഛത്രപതി പ്രഭാസിനെയാണ്. ഇതൊരു നമ്മുടെ മേഖല, തൊഴിൽ മേഖലയായിരുന്നല്ലോ, ജോലി ഇന്ന ആളെന്ന്. നമുക്ക് പ്രഭാസോ ആരാന്ന് വെച്ചാൽ
പക്ഷെ സന്തോഷമുള്ള കാര്യം നമ്മൾ ഇവരുടെയൊക്കെ തുടക്കത്തിൽ ഇവരെ കണ്ടിട്ടുണ്ട്. ഇവര് ചെയ്തിരുന്നൊരു പടങ്ങളുടെ ഫോർമാറ്റ് എങ്ങനെയായിരുന്നു അതൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ടെന്നുള്ളതാണ്.